മന്ത്രി ബിന്ദു കൃഷ്ണയുടെ മേൽ ചൂട് പായസം വീണത് അട്ടിമറിയോ? അപ്രതീക്ഷിത യു-ടേൺ. UDFന്റെ ഏറ്റവും വലിയ ഗ്ലാമർ വാഗ്ദാനങ്ങളൊന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുക എന്നത്. ജൂൺ മാസം 15-ാം തീയതി മുതൽ ഈ പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ നിലവിൽ വന്നിരുന്നു. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാ UDF MLA-മാരും എല്ലാ UDF മന്ത്രിമാരും ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ ആഹ്ലാദം പങ്കിട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലത്ത് ബിന്ദു കൃഷ്ണ KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്തത്. എന്നാൽ മന്ത്രിക്ക് മേൽ അപ്രതീക്ഷിതമായി ചൂട് പായസം വന്ന് വീഴുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ മന്ത്രി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം ചൂട് പായസമാണ്, പാൽപ്പായസമാണ്. ആ പാൽപ്പായസത്തിലുള്ളത് പഞ്ചസാര ലായനിയാണ്. പഞ്ചസാര ചൂടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്രയോ തിളച്ച രീതിയിൽ, ദേഹത്ത് വീണാൽ പൊള്ളുന്ന രീതിയിലാണ് പഞ്ചസാര ഉരുകിക്കഴിഞ്ഞാൽ അത് ദേഹത്ത് എവിടെ വീണാലും നമ്മുടെ ദേഹത്തിൻ്റെ ആ വീണ ഭാഗം വലിയ രീതിയിൽ പുകച്ചിലുണ്ടാകും. തീപ്പൊള്ളൽ ഏൽക്കുന്നത് പോലെ അല്ല, മറിച്ച് പൊള്ളൽ എന്ന് പറയുന്നത് നീറുന്ന ഒരു അനുഭവമാണ്. അത്തരത്തിലാണ് ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക്, കൃത്യമായി ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക്, മന്ത്രിയുടെ തലയിലേക്ക് ഈ ചൂട് പായസം വന്ന് വീണത്. ആരോ എടുത്തെറിഞ്ഞ് കൃത്യമായ ഉന്നം വെച്ചിട്ട് പായസം എടുത്ത് ഒഴിച്ചതുപോലെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാനാകുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്രതീക്ഷിതമായി ചൂട് പായസം വീണ ബിന്ദു കൃഷ്ണ ഉടനടി ചാടി എഴുന്നേറ്റു. ചുറ്റുമുള്ളവർ മന്ത്രിയുടെ മുഖത്തെ പായസം തുടച്ചു കളഞ്ഞു. ഇത് കൊല്ലം കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് മന്ത്രിയുടെ മുഖത്ത് ഇത്തരത്തിൽ പായസം വീണത്. പിന്നീട് ഏതാണ്ട് 1.5 കിലോമീറ്റർ കഴിഞ്ഞ് ചിന്നക്കടയിലാണ് മന്ത്രിയുടെ ഫ്ളാറ്റ്. ആ 1.5 കിലോമീറ്റർ പിന്നിട്ട ശേഷം മന്ത്രി ചിന്നക്കടയിലെ ഫ്ളാറ്റിലേക്ക് എത്തി, കുളിച്ച് വൃത്തിയായി. പക്ഷേ മന്ത്രി പറയുന്നത് കയ്യിലും മുതുകിലും കഴുത്തിലും കടുത്ത പുകച്ചിലാണ് ഉണ്ടായിരുന്നത് എന്നാണ്. വൈകുന്നേരം വരെ പുകച്ചിൽ വലുതായി തുടർന്നു. അങ്ങനെ പുകച്ചിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഓയിൽമെന്റ് പുരട്ടി. ആ ഓയിൽമെന്റ് പുരട്ടിയതിനു ശേഷമാണ് അല്പമെങ്കിലും ശാന്തമായത്. അതുവരെ തനിക്ക് കടുത്ത വേദനയായിരുന്നു എന്ന് മന്ത്രി പറയുകയും ചെയ്തു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മന്ത്രി ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അങ്ങനെ ക്യാബിനറ്റ് മിനിസ്റ്റർക്കുമേൽ ഒരു ചൂട് പായസം അങ്ങനെ അങ്ങ് ആരെങ്കിലും കോരി ഒഴിച്ചാലോ അതോ യാദർച്ഛികമായി വീണാലോ അവിടെ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ? പക്ഷേ ഇക്കാര്യത്തിൽ അവിടെ ഒരു അന്വേഷണം വന്നില്ല. കാരണം മന്ത്രി ബിന്ദു ഇക്കാര്യത്തിൽ പരാതിയില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പരാതിയില്ല എന്ന് പറഞ്ഞാലും ഒരു മന്ത്രിയുടെ മേൽ ഇത്തരത്തിലുള്ള ഒരു അതിക്രമമാണെങ്കിൽ അതിന് എതിരായി കേസെടുത്തുകൊണ്ട് അതിൻ്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് പോലീസിന്റെ കടമയാണ്. ആ കടമ പോലീസ് ഇതുവരെയും നിർവഹിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മന്ത്രി ബിന്ദുവിന്റെ നിലപാടാണ്. എനിക്ക് ആരോടും പരാതി ഇല്ല എന്നാണ്. ഒരു മന്ത്രിക്ക്, ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിക്ക് തൻ്റെ മേൽ ഇത്തരത്തിൽ ചൂട് പായസം കോരി ഒഴിക്കുമ്പോൾ അതിൽ പരാതിയില്ല എന്ന് അവർക്ക് വ്യക്തിപരമായി പറയാം. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ അങ്ങനെയല്ല. ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ മേൽ ആക്രമമുണ്ടായാലോ അതോ അത് അപ്രതീക്ഷിതമായി വീണതാണെങ്കിലോ കൃത്യമായി അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴാണ് DGP അത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ മേൽ പായസം ഒഴിച്ചതാണോ അതോ സ്വാഭാവികമായി കൈതട്ടി പായസം അവരുടെ മുഖത്ത് വീണതാണോ? ഇക്കാര്യത്തിലെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ DGP ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ
റേഞ്ച് DIGക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. റേഞ്ച് DIG ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് DGPക്ക് റിപ്പോർട്ട് കൊടുക്കും. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായി. ബിന്ദു കൃഷ്ണ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും തനിക്ക് പരാതിയില്ല, തന്റെ മേൽ അങ്ങനെ ആരും കരുതിക്കൂട്ടി ഒഴിച്ചതല്ല, പായസം ആരും ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായി തൻ്റെ മേൽ പായസം ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിൽ കയറി വന്ന് തൻ്റെ മുഖത്ത് പായസം ഒഴിച്ചതല്ല. അതൊരു യാദർച്ഛികമായി കൈതട്ടി വീണ ഒരു സംഭവമാണ്. അതിൽ കേസെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണയുടെ അന്നും ഇന്നുമുള്ള നിലപാട്. പക്ഷേ ഇങ്ങനെ സംസ്ഥാന DGP ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ബിന്ദു കൃഷ്ണ തൻ്റെ നിലപാട് രേഖാമൂലം DGPയെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, കാരണം എനിക്കത് ബോധ്യപ്പെട്ടതാണ്. മാത്രമല്ല ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാകും അതൊരു സ്വാഭാവികമായി പ്രവർത്തകന്റെ കയ്യിൽ നിന്നും തട്ടി വീണതാണ്. ഒരു പ്രവർത്തകൻ ഇങ്ങനെ പായസം നീട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റുള്ളവരുടെ കൈ തട്ടി ആ പായസം തന്റെ മുഖത്തേക്ക് വീണതാണ്. അതുകൊണ്ട് എനിക്കിതിൽ യാതൊരു പരാതിയുമില്ല, പരാതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ബിന്ദു കൃഷ്ണ DGPക്ക് നൽകിയിട്ടുള്ള രേഖാമൂലമുള്ള ഉത്തരവ്. പക്ഷേ ഇവിടെ പോലീസ് ആ മന്ത്രിയുടെ അത്തരമൊരു രേഖാമൂലമുള്ളതോ അല്ലെങ്കിൽ വാക്കാലുള്ളതോ ആയിട്ടുള്ള ഒരു പരാതി സ്വീകരിക്കുമോ എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം. കാരണം ഒരു മന്ത്രി എവിടെ പോയാലും അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സാന്നിധ്യമുണ്ടാകും, പോലീസിന്റെ സാന്നിധ്യമുണ്ടാകും. അതുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനോ പോലീസിനോ ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ അന്വേഷണ വിഷയം. രണ്ടാമത്തെ അന്വേഷണ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പായസം ഒഴിച്ച നടപടി സ്വാഭാവികമായിട്ടാണോ അതോ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന, ഗൂഢപദ്ധതി ഉണ്ടായിട്ടുണ്ടോ? ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തിരുവനന്തപുരത്തെ DIG അന്വേഷിക്കുന്നത്. ബിന്ദുവിന് അങ്ങനെ പറയാം, കാരണം അവർ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് അവരുടെ രീതി അതാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ വൈകാരിക വിക്ഷോഭത്തോടെയൊന്നും പ്രതികരിക്കുന്ന ഒരാളല്ല മന്ത്രി ബിന്ദു. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഘട്ടത്തിൽ പോലും അത്തരം വൈകാരികമായിട്ടുള്ള ഇടപെടലൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങനെ കാണില്ല. മറ്റുള്ളവരൊക്കെ വൈകാരികമായി നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ബിന്ദു അത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വരുന്ന ഒരു പ്രവർത്തകയല്ല. അത് അവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇക്കാര്യത്തിലും മന്ത്രി അത്തരമുള്ള ഒരു നിഷ്പക്ഷമായിട്ടുള്ള തൻ്റെ പഴയ നിലപാട് തന്നെയാണ്, നിസ്സംഗമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. അന്വേഷണം വേണ്ടതില്ല, ആരും എന്നെ അങ്ങനെ ചതിച്ചതല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട്. പക്ഷേ ഇവിടെ പോലീസിന്റെ കടമ അങ്ങനെയല്ല. ഈ മന്ത്രിയുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ്. ആ മന്ത്രിയുടെ മേൽ കൃത്യമായി തന്നെ ചൂട് പായസം വന്ന് വീഴുമ്പോൾ അതിൽ എന്തെങ്കിലും ആസൂത്രിതമായ അട്ടിമറിയുണ്ടോ എന്നുള്ളത് പോലീസിന് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. വൈകിയായിട്ടെങ്കിലും, ജൂൺ 15-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, വൈകി ആണെങ്കിലും പോലീസിന് ഇത്തരമൊരു ബോധം വന്നത് നല്ല കാര്യമാണ്. നാളെ ഏതെങ്കിലും മന്ത്രിയുടെ മുഖത്ത് ഇത്തരത്തിൽ പായസമോ മറ്റ് എന്തെങ്കിലും കല്ലോ കമ്പോടോ വാരി എറിയുമ്പോൾ മന്ത്രി പറയുകയാണ് എനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ പോലീസ് സംവിധാനം, എന്തിനാണ് നമ്മുടെ വിജിലൻസ് സംവിധാനം, ഇന്റലിജൻസ് സംവിധാനം എന്തിനാണ്? അതുകൊണ്ട് ഇതൊരു മാതൃക തന്നെയാണ്. തുടക്കത്തിലെ തന്നെ ഇത്തരം സംഭവങ്ങൾ മന്ത്രിമാർക്ക് എതിരെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ അന്വേഷണം ഉണ്ടാവുക, ആ അന്വേഷണത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതിലെന്തെങ്കിലും അട്ടിമറിയുണ്ടോ അതോ സ്വാഭാവികമായി വീണതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിക്കഴിഞ്ഞാൽ തുടർന്നും മന്ത്രിമാർക്കെതിരെ ഇത്തരത്തിൽ യാദർച്ഛികം എന്ന നിലയിൽ ഉള്ള എന്തെങ്കിലും അക്രമ പരിപാടികൾ നടക്കില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മന്ത്രി ബിന്ദുവിന്റെ കാര്യത്തിൽ അടിയന്തരമായി പോലീസ് ഇടപെട്ടത് നല്ല കാര്യമാണ്. അല്പം വൈകിയെങ്കിൽ പോലും ഇടപെട്ടത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള മന്ത്രിമാർക്ക് എതിരായി ഇത്തരം നടപടികൾ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും എന്നുള്ള താക്കീത് കൂടിയായിരിക്കണം ഈ അന്വേഷണവും അതിന്റെ ഭാഗമായിട്ടുള്ള അനന്തര നടപടികളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.